വാർത്തകളിലേക്ക് വിശദമായി. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയ 17-കാരിക്ക് ക്രൂരമർദ്ദനം. വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച സംഭവത്തിൽ മുൻ സുഹൃത്തടക്കം 2 പേർ പിടിയിലായി. അയ്യപ്പൻ, റിജിമോൻ എന്നിവരാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട ചന്ദ്രവേലിപ്പടിയിലാണ് സംഭവം. 17-കാരിയെ പ്രതികൾ ചവിട്ടുകയും കല്ലുവെച്ചിടിക്കുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. കാലവർഷമെത്തിയതോടെ ശംഖുമുഖം തീരത്ത് വീണ്ടും ആശങ്ക. കഴിഞ്ഞ നവംബറിലാണ് കടൽ തിരിച്ചിറങ്ങി തുടങ്ങിയതോടെ ബീച്ച് സജീവമായത്. എന്നാൽ വീണ്ടും തീരത്ത് വിഴുങ്ങുകയാണ് തിര. നഷ്ടപ്പെട്ട തീരം തിരിച്ചു വരുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു ശംഖുമുഖത്തെ ആരാധകർ. എന്നാൽ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ തീരം കടലെടുത്തു തുടങ്ങുകയാണ്. തീരം തകർത്ത് ആർത്തിലച്ചെത്തുന്ന തിരമാലകൾ വീണ്ടും ശംഖുമുഖത്തെ വികൃതമാക്കുകയാണ്. സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ കോടികളാണ് ചെലവിട്ടത്. അതും ഫലം കണ്ടില്ലെന്ന സൂചനകളാണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങൾ നൽകുന്നത്. കാലവർഷം ശക്തി ആർജിക്കുന്നതിന് മുമ്പ് തന്നെ തീരം ഇല്ലാതാകുകയാണ്. ഓരോ ദിവസവും ശംഖുമുഖം തീരത്തെ കടലെടുത്ത് തുടങ്ങുകയാണ്. തീരം കവർന്നെടുത്ത് തുടങ്ങുമ്പോൾ അപകട സാധ്യതയും വർദ്ധിച്ചു വരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അപകട സാധ്യതകൾ ഇപ്പോൾ കൂടി വരുന്നുണ്ടോ? അപകട സാധ്യത ഇപ്പോൾ കൂടുതലാണ്. എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്ന പോലെ ജൂൺ ജൂലൈയിൽ മൺസൂണാണ്. അപ്പോൾ ഇപ്രാവശ്യം മഴയും കാറ്റും കുറവായതുകൊണ്ട് കടൽക്ഷോഭത്തിൻ്റെ ഒരു ഇതേ മാത്രമേ ഉള്ളൂ. പിന്നെ കര ഈ സമയങ്ങളിൽ പോകുന്നതാണ്. ചേട്ടാ, ഓരോ കർക്കിടകം വരുമ്പോൾ സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ഈ തീരം പോവും. പകുതി പോകും തോറും ഈ റോഡ് ഏകദേശം പോയി കഴിയും. ഇപ്പോൾ ബീച്ചിൻ്റെ പകുതിയായി. ഇനി ഈ വരുന്ന കർക്കിടകത്തിൽ ഇത് മൊത്തം കയറും. നല്ല കയറുമ്പോൾ ഈ കാണുന്ന ഈ ചെറിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം പോവും. ഇത് അടിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയും ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കല്ലടിച്ചിട്ടില്ല അവർ. ഇനിയും കുറച്ച് വീടുകൾ കല്ലടിക്കാതെ കിടപ്പുണ്ട്. അതെല്ലാം ഇനിയും പോവും ഈ വരുന്ന കടലോടെ. അതുകൊണ്ട് അവർ ഈ റോഡും ഈ എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് സുരക്ഷ ആക്കി വെക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള തീരദേശത്തെ ജനങ്ങളുടെ വീടുകൾ അവർ ഇതുവരെയും സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവർ പേരിന് കല്ലടിച്ചിട്ട് പോണ്, പകുതി വിട്ടിട്ട് പോകണം. കാലവർഷം കരുത്തറിയിക്കും മുമ്പേ കടലെടുത്ത് തുടങ്ങുകയാണ് തീരം. ഉയരുന്ന തിരമാലകൾക്കൊപ്പം 10,000-കണക്കിന് തീരദേശവാസികളുടെ ആശങ്കകളും ഉയരുകയാണ്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. മുതലപ്പുഴയിൽ തുടർച്ചയായ 2ാം ദിവസവും മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. അഞ്ചുതെങ്ങ് മാമ്പള്ളി സ്വദേശി ബൈബുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫിയാമോൾ എന്ന വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന മനോജ്, രമേശ്, ടെറി എന്നിവരെ മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെൻറ്റും ചേർന്ന് രക്ഷപ്പെടുത്തി. പരുക്കേറ്റവരെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും അഴിമുഖത്ത് അപകടം സംഭവിച്ചിരുന്നു. മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ ഇത് അവഗണിക്കുകയാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ വീണ്ടും പുഴുവരിച്ച അരി പിടിച്ചു. അരി കഴുകി വൃത്തിയാക്കി വിതരണം ചെയ്യാനുള്ള നീക്കം തടഞ്ഞു. അവണൂരിലുള്ള 3-ാം നമ്പർ ഗോഡൌണിലാണ് പുഴുവരിച്ച അരി വീണ്ടും പാക്ക് ചെയ്യാനുള്ള നീക്കം നടന്നത്. 962 ചാക്ക് അരി കണ്ടെത്തി. സപ്ലൈ ഓഫീസർ, ഡിപ്പോ മാനേജർ എന്നിവരെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഗോഡൌൺ പൂട്ടി സീൽ ചെയ്തു. തിരുവനന്തപുരം മംഗലപുരത്ത് ഗൃഹനാഥനെ വീട്ടിന് മുന്നിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. ശാസ്തവട്ടം സ്വദേശി രാജുവാണ് മരിച്ചത്. വീടിനോട് ചേർന്ന കടയ്ക്ക് മുന്നിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. പ്രവാസിയായിരുന്ന രാജു 1.5 വർഷം മുൻപാണ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തി. തുടർന്ന് വീടിനോട് ചേർന്ന് ചായക്കട തുടങ്ങിയത്. മലപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും വീണ് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പരിക്കുപറ്റിയ സംഭവത്തിൽ ബസ്സിന്റെ ഫിറ്റ്നസ് റദ്ദ് ചെയ്തു. അശ്രദ്ധമായി ബസ് ഓടിച്ചതിന് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ശുപാർശ ചെയ്തു. തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പിൻ്റേതാണ് നടപടി. വാഴക്കുളം KHMHS സ്കൂളിലെ 4 വിദ്യാർത്ഥിനികൾക്കാണ് പരിക്കേറ്റത്.
ഇടുക്കി രാമക്കൽമേട്ടിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കി. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ അനധികൃത നിർമ്മാണമാണ് പൊളിച്ചത്. റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഉടമ തന്നെ രാത്രിയിൽ കെട്ടിടം പൊളിച്ച് നീക്കുകയായിരുന്നു. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കുറവൻ കുറത്തി ശില്പത്തിന് സമീപം ഇരു സംസ്ഥാനങ്ങളുടെയും നോമാൻ ലാൻഡ് ഏരിയയിലാണ് സ്വകാര്യ വ്യക്തി കഴിഞ്ഞ ദിവസം അനധികൃത നിർമ്മാണം നടത്തിയത്. ഉടുമ്പൻചോല LR തഹസീൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിൽ നിർമ്മാണം അനധികൃതമാണെന്ന് കണ്ടെത്തി. എന്നാൽ തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണെന്നും രേഖകൾ കാണിക്കുവാൻ സാവകാശം തരണമെന്നും സ്വകാര്യ വ്യക്തി ആവശ്യപ്പെട്ടതനുസരിച്ച് 24 മണിക്കൂർ സമയം നൽകി. എന്നാൽ തൃപ്തികരമായ രേഖകൾ ഹാജരാക്കാത്തതിനെ തുടർന്നാണ് നടപടി. ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം വില്ലേജ് ഓഫീസ് പരിധിയിൽ കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലാണ് അനധികൃത നിർമ്മാണം നടന്നത്. ഇരുമ്പ് പൈപ്പുകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും ഉപയോഗിച്ച് 30 അടിയോളം നീളത്തിൽ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. നെടുങ്കണ്ടം പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് വിവരം ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലേക്ക് കൈമാറുകയായിരുന്നു. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവനന്തപുരം കല്ലമ്പലത്ത് വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണവും 15,000 രൂപയും കവർന്നു. കല്ലമ്പലം നഗരൂർ റോഡിൽ ഫിസാന മൻസിലിൽ ജാഫറുദ്ദീന്റെ വീട്ടിലായിരുന്നു മോഷണം. വീട്ടുകാർ 2ാം നിലയിലെ മുറികളിലാണ് കിടന്നിരുന്നത്. പുലർച്ചെ താഴത്തെ നിലയിൽ വന്നപ്പോൾ മുറികളും പുറത്തേക്കുള്ള വാതിലും തുറന്ന നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്തു കടന്നത്. താഴത്തെ നിലയിലെ മുറികളിലാണ് കവർച്ച നടത്തിയത്. ഒരു മുറിയിൽ ഉണ്ടായിരുന്ന അലമാര തുറന്നാണ് സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ചത്. ഏകദേശം 18 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കല്ലമ്പലം പോലീസ് കേസെടുത്തു. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ ശേഖരിച്ച് അന്വേഷണം തുടരുകയാണ്. കോട്ടയം വൈക്കത്ത് വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി. 7 പവനോളം സ്വർണം നഷ്ടമായി. വൈക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മോഷണം. കുട്ടികളുടെ സാന്ത്വന പെട്ടിയിലുണ്ടായിരുന്ന പണം കവർന്നു. ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. കാസർഗോഡ് ഗവൺമെന്റ് UPSലും സമീപത്തായുള്ള BEM ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് മോഷണം നടന്നത്. അലമാരകളുടെ പൂട്ടും നശിപ്പിച്ചിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകളുടെ ഹാർഡ് ഡിസ്കും നഷ്ടമായി. എല്ലാ അലമാരകളും കുത്തിപ്പൊളിച്ച നിലയിലാണ്. ടൗൺ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. മലപ്പുറം കുറ്റിപ്പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ. ചെട്ടിപ്പടി സ്വദേശി കിഷോർ, ചേളാരി സ്വദേശി അബ്ദുൾ മാലിക് എന്നിവരെയാണ് പിടികൂടിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ബൈക്ക് നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതികളെ വലയിലാക്കിയത്. തെരുവുനായ വിഷയത്തിൽ കേന്ദ്ര ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. തെരുവുനായ വിഷയം കൈകാര്യം ചെയ്യാൻ തടസ്സം കേന്ദ്ര ചട്ടങ്ങളാണെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം കാസർഗോഡ് നഗരത്തിൽ ഇന്ന് തമിഴ്നാട് സ്വദേശിക്ക് നേരെ തെരുവുനായ ആക്രമണമുണ്ടായി. കണ്ണൂരിൽ 2 ഇടങ്ങളിലായി കുട്ടികൾ തെരുവുനായ്ക്കളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ദൃശ്യങ്ങളും പുറത്തുവന്നു. സംസ്ഥാന സർക്കാരിനും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും തെരുവുനായ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് തടസ്സം കേന്ദ്ര ചട്ടങ്ങളാണ്. നിലവിലെ ചട്ടങ്ങൾ പ്രകാരം തെരുവുനായ വന്ധ്യീകരണം ഫലപ്രദമായി നടത്താൻ ആർക്കും കഴിയില്ല. ചട്ടം ഉണ്ടാക്കിയവരുടെ തലയിൽ നെല്ലിക്കത്തളം വെക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാനാകില്ലെന്നും MB രാജേഷ് പറഞ്ഞു. ചട്ടം എഴുതിവെച്ചവർക്ക് പട്ടികളെ എങ്ങനെ പിടിക്കുന്നുവെന്ന് അറിയില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇത് എഴുതിയുണ്ടാക്കിയവരുടെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സാധാരണ ഒരാൾക്ക് കേട്ടാൽ അങ്ങനെ തോന്നിയാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന നായ്ക്കളെ ഇല്ലാതാക്കാൻ CRPC ചട്ടപ്രകാരം നടപടിയെടുക്കാനും ആലോചിക്കുന്നുണ്ട്. മുഴുപ്പിലങ്ങാട് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ഫേസ്ബുക്കിൽ എഴുതിയ കേന്ദ്രമന്ത്രി V മുരളീധരനെയും MB രാജേഷ് വിമർശിച്ചു. ഇമാതിരി ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചവരോടല്ലേ ചോദിക്കേണ്ടത്? ഉണ്ടാക്കി വെച്ച കൂട്ടത്തിലുള്ള ആളല്ലേ ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് സർക്കാരിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അതായത് വായിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് സംശയം. അതേസമയം കാസർഗോഡ് നഗരത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണമുണ്ടായി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഗണേശൻ എന്നയാൾക്ക് കടിയേറ്റത്. ഗണേശനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ മട്ടന്നൂർ നീർവേലിയിലും കണ്ണൂർ പുഴാതിയിലും തെരുവുനായ്ക്കളിൽ നിന്ന് കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നീർവേലിയിൽ ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസിയാണ് കുട്ടിയെ രക്ഷിച്ചത്. പുഴാതിയിൽ ബന്ധുവിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് കുട്ടി പട്ടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 മലപ്പുറം. സുൽത്താൻ ബത്തേരിയിലെ
തെരുവുനായ ജനനം നിയന്ത്രിക്കുന്നതിനായുള്ള ABC യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. തെരുവുനായ ശല്യം രൂക്ഷമാവുകയും മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവന് ഭീഷണിയാവുകയും ചെയ്യുമ്പോഴാണ് ജില്ലയിലെ ഏക ABC യൂണിറ്റ് അടഞ്ഞുകിടക്കുന്നത്. വയനാട് ജില്ലയിലെ തെരുവുനായ്ക്കളുടെ വർധന തടയുന്നതിനായി ആരംഭിച്ച ABC യൂണിറ്റ് മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. പോളിക്ലിനിക് കോമ്പൗണ്ടിൽ സ്ഥാപിച്ച യൂണിറ്റാണ് അടഞ്ഞുകിടക്കുന്നത്. ഇത് പ്രവർത്തനയോഗ്യമാക്കി ജനങ്ങളെ തെരുവുനായ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ആദ്യം ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം പിന്നീട് കുടുംബശ്രീ മുഖാന്തരമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് കോടതി വിധി വന്നതോടെ മൃഗസംരക്ഷണ വകുപ്പ് തന്നെ യൂണിറ്റ് ഏറ്റെടുത്തു. കുറച്ചുനാൾ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുകയും ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ യാതൊരു പരിപാടിയുമില്ല, അത് അടച്ചുപൂട്ടിയ സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായും ഈ സ്ഥാപനം ആദ്യം ആരുടെ കസ്റ്റഡിയിലാണെന്ന് സർക്കാർ പ്രഖ്യാപിക്കണം. അതിനൊരു മോണിറ്ററിംഗ് വേണം, മേൽനോട്ടം വേണം. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വകയിരുത്തുന്ന തുക കൊണ്ടായിരുന്നു യൂണിറ്റിന്റെ പ്രവർത്തനം. എന്നാൽ ഏകോപനമില്ലാത്തതിനാൽ പ്രവർത്തനം താളം തെറ്റി. നിലവിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൈവശമുള്ള യൂണിറ്റ് അനാഥമായി കിടക്കുകയാണ്. അതേസമയം കേന്ദ്രത്തിൽ തെരുവുനായ്ക്കളെ പിടികൂടി താമസിപ്പിക്കാനുള്ള ഷെൽട്ടറിന്റെ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിച്ച് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്നുമാണ് വെറ്റിനറി പോളിക്ലിനിക് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 വയനാട്. വയനാട് അമ്പലവയൽ ടൗണിനടുത്ത് കുറ്റിക്കൈതയിൽ പുലിയുടെ സാന്നിധ്യം. കുറ്റിക്കൈതയിൽ ലറ്റിഷ്യയുടെ വീടിനടുത്താണ് രാത്രി പുലി ഇറങ്ങിയത്. പുലി ഭീതിയിൽ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഇവിടെ മണിക്കൂറുകളോളം തടഞ്ഞുവച്ചിരുന്നു. ഇടുക്കിയിൽ തേയിലക്കൊളുന്തുമായി പോയ ട്രാക്ടർ തടഞ്ഞ് കാട്ടാന പടയപ്പ. ഗൂഡാർ വിള എസ്റ്റേറ്റിൽ നിന്നും മാട്ടുപ്പെട്ടി ഫാക്ടറിയിലേക്ക് തേയിലക്കൊളുന്തു കയറ്റിക്കൊണ്ടുപോയ ട്രാക്ടറാണ് പടയപ്പ തടഞ്ഞത്. ഉടൻ തന്നെ ഡ്രൈവർ സെൽവകുമാർ വാഹനം നിർത്തി ഇറങ്ങിയോടി. മണിക്കൂറുകളോളം എസ്റ്റേറ്റ് റോഡിൽ നിലയുറപ്പിച്ച പടയപ്പ പിന്നീട് കാട്ടിലേക്ക് മടങ്ങി. കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റിലെ പലചരക്ക് കടയുടെ വാതിൽ പടയപ്പ തകർത്തിരുന്നു. ഒന്നും ചെഞ്ചിരാതപ്പാ, ഒന്നും ചെഞ്ചിരാതപ്പാ. അരിക്കൊമ്പൻ തമിഴ്നാട് വനമേഖലയിൽ തന്നെ തുടരുന്നു. അപ്പർ കോതയാറിന് സമീപം അരിക്കൊമ്പൻ ഉള്ളതായാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കേരള തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഇടുക്കിക്ക് പ്രതീക്ഷയുമായി ബോഡി നായ്ക്കന്നൂരിൽ തീവണ്ടിയുടെ ചൂളം വിളി മുഴങ്ങും. നാളെ മുതൽ ബോഡിയിൽ നിന്ന് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കും. ഇടുക്കിയുടെ അതിർത്തി മേഖലയായ ബോഡിമെട്ടിൽ നിന്നും 27 കിലോമീറ്റർ മാത്രമാണ് ബോഡി നായ്ക്കന്നൂരിലേക്കുള്ള ദൂരം. നാളെ രാത്രി 8:30 ട്രെയിൻ നമ്പർ 20602 MGR ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ബോഡി നായ്ക്കന്നൂരിൽ നിന്നും യാത്ര തുടങ്ങും. കേന്ദ്രമന്ത്രി എൽ മുരുകൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളാണ് ബോഡി നായ്ക്കന്നൂരിൽ നിന്നും ചെന്നൈയിലേക്ക് സർവീസ് ഉണ്ടാവുക. ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ തിരിച്ചും സർവീസ് നടത്തും. ഇതോടൊപ്പം മധുര, ബോഡി നായ്ക്കന്നൂർ റൂട്ടിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തും. മധുരയിൽ നിന്നും രാവിലെ 8:20 ആരംഭിക്കുന്ന സർവീസ് 10:30 ബോഡിയിലെത്തും. തുടർന്ന് വൈകിട്ട് 5:50 ബോഡിയിൽ നിന്നും പുറപ്പെടുന്ന സർവീസ് രാത്രി 7:50 മധുരയിലെത്തും. മധുര തേനി ബോഡി റൂട്ടിൽ 90 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ബ്രോഡ് ഗേജ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് തേനി വരെയുള്ള സർവീസ് ആരംഭിച്ചിരുന്നു. ബോഡിയിലേക്കുള്ള പാതയിലെ വിവിധ ഘട്ട പരീക്ഷണ ഓട്ടങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് സർവീസ് ആരംഭിക്കുന്നത്. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന പട്ടണത്തിൽ റെയിൽവേ എത്തിയതോടെ ഹൈറേഞ്ചിനും കൂടുതൽ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. ഹൈറേഞ്ചിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചരക്ക് നീക്കവും വേഗത്തിലാകും. വിനോദസഞ്ചാരികൾക്കും ശബരിമല തീർത്ഥാടകർക്കും പാത ഗുണം ചെയ്യും. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് പേരാമ്പ്രയിൽ വൻ തീപിടുത്തം. രാത്രി 11 മണിയോടെയാണ് സംഭവം. ട്രാഫിക് പോലീസ് സ്റ്റേഷന് സമീപമുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. പരിസരത്തെ കടകളിലേക്കും തീ പടർന്നു. തീപിടുത്തത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ 2 വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ചു. സമീപത്ത് കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിൽ നിന്ന് തീ കെട്ടിടത്തിലേക്ക് ആളിപ്പടർന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം.
കാസർഗോഡ് MDMAയും കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കയ്യാർ സ്വദേശി വിഷുകുമാർ, സന്ദേശ് എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. വാഹന പരിശോധനയ്ക്കിടെയാണ് ഓട്ടോയിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നും കഞ്ചാവും പിടികൂടിയത്. 224 ഗ്രാം MDMAയും 25 ഗ്രാം കഞ്ചാവുമാണ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തത്. ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. അബ്കാരി കേസുകൾക്ക് പുറമെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി മറ്റ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. മറ്റു വാർത്തകളിലേക്ക്. മൃഗശാലയിൽ നിന്ന് കാണാതായ ഹനുമാൻ കുരങ്ങിനെ കണ്ടെത്തി. തിരുവനന്തപുരം മൃഗശാലയിലെ മരത്തിൽ തന്നെ കുരങ്ങുണ്ടെന്നും വൈകാതെ കൂട്ടിലേക്ക് മാറ്റാനാകുമെന്നും മൃഗശാല ഡയറക്ടർ S. അബു പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് ഹനുമാൻ കുരങ്ങ് മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയത്. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മൃഗമാണ്. ഇതൊരിക്കലും അക്രമ സ്വഭാവമുള്ളൊരു മൃഗമേ അല്ല. ആരെയും ആക്രമിക്കത്തില്ല. മനുഷ്യനെ അത്രയ്ക്ക് ഇതാണ്. എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ തന്നെ പോകുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു അനിമലാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇന്നലെ നന്തങ്കോട് ഭാഗത്തോട്ട് പോയി ചാടി പോയതിന് ശേഷം പിന്നെ തിരിച്ചു വന്നു എന്ന് പറയുന്നത് തന്നെ പുറത്തുള്ള ബഹളവും ശബ്ദമൊന്നും അതിന് ഇഷ്ടമല്ല. പിന്നെ അതിലും പ്രത്യേകിച്ചും അതിൻ്റെ ഇണ ഇവിടെ തന്നെയുണ്ട്. നമ്മളിത് വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് ഇതിനെ തുറന്നു വിട്ടത്. കാര്യം ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിട്ടല്ല. കാര്യം അതിൻ്റെ ഇണയെ ഇവിടെ നിർത്തിക്കൊണ്ട് ഒന്നിനെ മാത്രം കൂട്ടിനകത്ത് തുറന്നു വിട്ട് നോക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. കാര്യം അതിന് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് എന്നുള്ളൊരു തോന്നൽ അതിനുണ്ടായിട്ടാണ്. അപ്പോൾ അവിടെ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് താങ്കൾ ചോദിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് അതവിടെ ഇരിക്കും. ഇരുന്നതിന് ശേഷം അതിൻ്റെ കൂട്ടിൽ തന്നെ അത് വരും. ആ ഓപ്പൺ എൻക്ലോഷറിൽ തന്നെ അവിടെ വരും. അതിന് സ്റ്റേപ്പിൾ ഫുഡും എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വരും. അതിനെ നിരീക്ഷിക്കാനായിട്ട് നിരവധി ആൾക്കാർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ കൃത്യമായിട്ട് അതിനെ നിരീക്ഷിക്കും. അതിനിപ്പോൾ നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്നത് ശരിയല്ല. മലപ്പുറം ഇടവണ്ണയിൽ ലോറികൾ കൂട്ടിയിടിച്ച അപകടം. ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കാരശ്ശേരി മാടാപ്പുറം വളവിലാണ് അപകടം നടന്നത്. ആർക്കും പരിക്കില്ല. പോലീസ് എത്തി വാഹനങ്ങൾ എടുത്തുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വയനാട്ടിലെ ധനകോടി ചിട്ടിത്തട്ടിപ്പിൽ മുൻ MD യോഹന്നാൻ മറ്റത്തിൽ അറസ്റ്റിൽ. ബംഗളൂരുവിൽ വെച്ച് സുൽത്താൻ ബത്തേരി പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ചിട്ടിത്തട്ടിപ്പ് വിവാദമായതോടെ യോഹന്നാൻ ഒളിവിൽ പോയിരുന്നു. താമരശ്ശേരിയിൽ വാഹനാപകടത്തിൽ പരുക്കേറ്റയാൾ മരിച്ചു. ഡിവൈഎഫ്ഐ വട്ടക്കുരു യൂണിറ്റ് സെക്രട്ടറി അഖിലാണ് മരിച്ചത്. ലോറി സ്കൂട്ടറിൽ ഇടിച്ചായിരുന്നു അപകടം. അഖിലിന്റെ ഭാര്യ വിഷ്ണുപ്രിയ സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇന്നലെ ഇവർ സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിൽ ബാലുശ്ശേരി കോക്കല്ലൂരിൽ വെച്ച് ലോറി ഇടിക്കുകയായിരുന്നു. പത്തനംതിട്ട കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോന്നി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കിടത്തി ചികിത്സ ആരംഭിക്കുക, മെഡിക്കൽ കോളേജ് വികസന സമിതി വിളിച്ചു ചേർക്കുക, ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഉദ്ഘാടനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ്